ഓ ആ ഞാൻ എൻ്റെ സകല പണിയും വിട്ടിട്ട് ഒരു പുതിയ പിടിവള്ളി എന്ന് പറഞ്ഞ പടം എടുക്കാൻ പോവാണ്. ഇതിനിടയ്ക്ക് വിളിച്ച് ശല്യം ചെയ്ത് കേട്ടോ. ഞാൻ മ്യൂസിക് ഡയറക്ടറൊക്കെ എത്തിക്കൊണ്ടിരിക്കുക. ഇനി ചാൻസ് എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് ശല്യം ചെയ്ത് ഉള്ള കാര്യം ഞാൻ പറയാം. ഭയങ്കര സെറ്റപ്പ് അല്ലേ? ഞാൻ വരുന്ന കാരണം പടക്കമൊക്കെ പൊട്ടിച്ച് ഭയങ്കര സ്വീകരണമാണല്ലോ അവിടുന്ന്. അല്ല അതിനുവേണ്ടി മേടിച്ചല്ല, പിന്നെ കഴിഞ്ഞ പടം വിജയിച്ച പൊട്ടിക്കാൻ പറഞ്ഞ് മേടിച്ച പടക്കുവാ. ഓ അത് ശരി. ഇപ്പൊ സാറിന് ഉപകരിച്ചല്ലോ. അപ്പൊ മൊത്തത്തിൽ പൊട്ടലാണ്. ഫസ്റ്റ് പടം 8 നില പൊട്ടിയപ്പോ തന്നെ ഞാൻ ഈ പടം പിടിക്കൽ പരിപാടി നിർത്തിയതാ. പിന്നെ നാട്ടുകാർ പറഞ്ഞു നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്, നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ഞാൻ രണ്ടാമത്തെ പടം എടുത്തു. അതിന്റെ പേര് അടുത്തിരുന്നോട്ടേന്ന്. മറ്റേ പെട്ടിയുടെ അടുത്തേന് ആ പെട്ടിയും പോയിരിപ്പുണ്ട്. അത് ശരി. അപ്പൊ മൊത്തത്തിൽ പൊട്ടലാണ്. അത് ശരി. ഈ പടം ഒന്ന് വിജയിപ്പിച്ചു തരണം. അത് ഞാനല്ലേ ഇവിടെ ഉള്ളത്. അത് കുഴപ്പം എന്നാന്ന് വെച്ചാൽ സംഭവം എന്നാന്ന് വെച്ചാല് ഈ സിറ്റുവേഷൻ അനുസരിച്ച് മാത്രമേ ഞാൻ പാട്ടുകൾ ഉണ്ടാക്കാറുള്ളൂ. അതുകൊണ്ട് സിനിമയുടെ കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ അനുസരിച്ചുള്ള പാട്ടുകൾ ഞാൻ കൊണ്ട് ഇട്ട് തരുന്നതായിരിക്കും. അത് മതി. പിന്നെ എന്റെ കഥയിലെ നായിക എന്ന് പറയുന്നത് സുന്ദരിയായ ഒരു പണക്കാരിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പണപ്പാട്ട് കൊടുക്കാം. പണപ്പാട്ടോ? അതെ, ഭാഷേ തുട്ടേ മണി പണം പണം കാശേ തുട്ടേ മണി പണം അങ്ങനത്തെ പാട്ട് കൊടുക്കുകയാണെങ്കിൽ നായികയ്ക്ക് ഒരു ഗുമ്മായിരിക്കും. പിന്നെ വില്ലൻ ഫുൾ ടൈം തോക്കുപാട്ട് നടക്കുക. അങ്ങനെ ഒരു തോക്കുപാട്ട് കൊടുക്കും. തോക്കുപാട്ടോ? ഈ കാവാലിക്കകത്ത് തോക്കുപാട്ട് വരുമ്പോ കാവാലി ഇങ്ങനെ വലിച്ചു പാടുന്ന പാട്ടില്ലേ, ആ പാട്ട് ഇടുവാണെന്നുണ്ടെങ്കിൽ വില്ലിൽ ഭയങ്കര ഗുമ്മായിരിക്കും അല്ലേ? ഇങ്ങനെയാണ് ഈ സിറ്റുവേഷൻ വെച്ച് നായകന് പാട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ പൊന്ന് സാറേ, നായികയ്ക്കും വില്ലിനും പാട്ടിടാന്നുണ്ടെങ്കിൽ സിറ്റുവേഷൻ അനുസരിച്ച് നായകന് ഞാൻ പാട്ട് ഉണ്ടാക്കിയിരിക്കും. സാർ സിറ്റുവേഷൻ പറയാൻ നായകന് കമ്പിപ്പണിയാണ്. അപ്പൊ ഒരു കമ്പിപ്പാട്ട് കൊടുക്കും. ഈ കമ്പി സിമെന്റും മണലും കൂടെ കുറച്ചുണ്ടാക്കുന്ന പണിയാണല്ലോ അവനെ. അപ്പൊ അത് വെച്ചൊരു പണി ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കമ്പിപ്പണിക്കാര് സിനിമ കാണാൻ കയറി പടം പമ്പ ഹിറ്റ് ആയിക്കോ. പിന്നെ എന്റെ പടത്തിൽ ഈ പാട്ടിന് പ്രാധാന്യം കൊടുക്കാനുള്ള പരിപാടിയാണ്. അത് വേണം. അത് നമ്മുടെ പടത്തിലെ ഒരു പാട്ട് കേട്ട് അത് ഹൃദയത്തിൽ തട്ടണം. SP അറിയാലോ? പിന്നെ അറിയാവോന്നോ? കഴിഞ്ഞ ദിവസം ഹെൽമെറ്റ് ഇല്ലാതെ ഞാൻ കൈയും വിട്ടോണ്ട് ബൈക്കിൽ പോയപ്പോഴത്തേനും കൈ കാണിച്ച് നിർത്തിയിട്ടുണ്ടല്ലോ. ചെവിക്കല്ല് മുളക്കി അടിയും തന്ന 5000 രൂപ പെറ്റി കിട്ടറിയാം. ഏത് സ്പീഡ് കാര്യം പറയുന്നത്? എറണാകുളത്തെ സ്പീഡ് കാര്യമല്ലേ പറഞ്ഞു? അല്ല, തമിഴ്നാട്ടിലെ SP. എന്റെ പൊന്ന് സാറേ, എറണാകുളത്തിലെ SP എനിക്കറിയില്ല. പിന്നെ എങ്ങനെ സാറേ തമിഴ്നാട്ടിലെ SP എനിക്കറിയാമോ? തമിഴ്നാട്ടിലെ SP ബാലസുബ്രഹ്മണ്യത്തിന്റെ കാര്യം അയ്യോ, അദ്ദേഹത്തെ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? എന്റെ പൊന്ന് ലെജൻസ് അല്ലേ, ലെജൻഡ്. പിന്നെ അത് ഒരു ശ്വാസം പിടിച്ച് പാടിയ ഒരു പാട്ടുണ്ടല്ലോ. ഒരു പാട്ടെന്ന് പറയുന്നത് 1.5 പാട്ടാണ്. എന്റെ പൊന്ന് സാറേ, പുള്ളിക്കാരൻ ശ്വാസം പിടിച്ച് പാടിയിട്ടുണ്ടായിരിക്കും. പക്ഷെ ആ പാട്ടുകൾ ഞങ്ങൾ എന്തോരം ഗാനമേളയ്ക്കകത്ത് പാടിയിട്ടുണ്ടെന്ന് അറിയോ? പിന്നെ അത് കാരണം ഉണ്ടല്ലോ ഞാൻ എപ്പോഴും ആ പാട്ട് എഴുതി വെച്ചോടെ ഞാൻ നടക്കുന്നത്. ആ പാട്ടൊന്നും പാടാം. ഇപ്പൊ തന്നെ പാടിയേക്കാം. இரவு பொன்னி நதியும் கண்ணியில் துணையின்றி என்ன சுகம் இந்த பாடைக்கு பெண்மையில் சுகமின்றி சங்கடவும் சங்கத்தமிழ் பொங்கி விடுவ சொந்தவு சிந்தி வேறும் குங்கும அமிர்தம் அங்கிடும் குமுதவு கன்னி மகள் அருகில் இருந்தால் சுவைக்கும் கன்னி துணை இழைந்தால் முழுகும் கசக்கும் வழியினில் மொழியினில் நடையினில் உடையினில் அதிசய சுகம் தரும் அவிதக பிறந்திடுதான். നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ പണിക്ക് ഇറങ്ങുമ്പോഴത്തേനും പുറകെ വിളിക്കരുത് കേട്ടോ. പച്ചക്കറിയല്ലേ വാങ്ങിച്ചോണ്ട് തരാം. ഇതുപോലത്തെ പാട്ടുകളാണ് മൊത്തത്തിൽ കൂടെ ഉള്ളത്. നമ്മുടെ കഥയ്ക്ക് ഒരു ടിസ്റ്റ് ഉണ്ട്. ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഥയിലെ നായികയുടെ നാട് വിട്ടുപോയ അമ്മാവൻ രവിമാമൻ 20 വർഷങ്ങൾക്ക് ശേഷം തറവാട്ടി തിരിച്ചെത്തുകയാണ്. അതിന് പറ്റിയ അപ്പൊ അതിന് സിറ്റുവേഷൻ പറ്റിയുള്ള അപ്പൊ ഈ തറവാട്ടി തിരിച്ചെത്തുന്ന അമ്മാവനെ ആലോചിക്കുന്നതിന്റെ ഉള്ളൊരു ഭരതം കിട്ടും, തനിക്ക് കിട്ടും. ഇത് മതി. വിതിരയിലുള്ളൊരു രവിമാമൻ അരി വാങ്ങാനായി വരി നിന്നു. അരി കിട്ടാതെ രവിമാമൻ തിരി വാങ്ങിച്ചു തിരികെ പോയി. വിതിരയിലുള്ളൊരു രവിമാമൻ അരി വാങ്ങാനായി വരി നിന്നു. അരി കിട്ടാതെ രവിമാമൻ തിരി വാങ്ങിച്ചു തിരികെ പോയി. എവിടുത്തെ സംഗീത സംവിധാനാണെന്ന് പറയാം. സംഗീതം എന്ന് പറയുന്നത് ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന കഴിവാണ്, മനസ്സിലായോ? അല്ല, താൻ കാക്കിരി പോക്കി വെക്കുന്ന പോലെ അല്ല സംഗീതം. നല്ല നല്ല കലാകാരന്മാരെ താൻ പറയിക്കല്ലോ. ഇത്ര തണ്ട് തടിയുണ്ടല്ലോ. ഇതൊരു കൂലിപ്പണി ജീവിക്കാൻ നോക്കും. അവന്റെ രവിമാമന്റെ അരി ഗോതമ്പൂടെ എടുത്തോ, അരിയും കൊണ്ട് വന്നിരിക്കുന്നു. കരിനീല കണ്ണുള്ള പെണ്ണേ നിന്റെ കവിളത്തു ഞാനൊന്നു നുള്ളി. കരിനീല കണ്ണുള്ള പെണ്ണേ നിന്റെ കവിളത്തു ഞാനൊന്നു നുള്ളി. അറിയാത്ത ഭാഷയിലെന്തോ
കുളിരളകങ്ങൾ എന്നോട് ചൊല്ലി കരിനീല കണ്ണുള്ള പെണ്ണേ. ഇത്ര ശുദ്ധ സംഗീതം അറിയുന്ന താങ്കളാണോ എന്റെ മുന്നിൽ ഈ കോപ്രായം കാണിച്ചത്? എന്റെ പൊന്ന് സാറേ, ഇതുപോലത്തെ 100-150 പാട്ടുകൾ പാടി ഞാൻ വീട്ടിലെ ഷെൽഫിൽ കൊണ്ട് വെച്ചിരിക്കുക. ഒറ്റ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലത്തെ പാട്ട് വേണ്ട. അവർക്കെല്ലാം കാക്കാക്കിക്ക് യോയോ കൂക്കു പാട്ടുകളല്ല വേണ്ടത്. അതുകൊണ്ടല്ലേ ഞാൻ ഈ ട്രെൻഡിലോട്ട് തിരിഞ്ഞത്. ഇപ്പൊ ഞാൻ ഫേമസ് ആയില്ലേ. എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ സാറിനോട് പറയാണ്, സാർ ഇനി അടുത്ത പുതിയ പടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാടോടുമ്പം നടുകി ഓടിക്കൊണ്ടേ ചെയ്യാവുള്ളൂ. ഞാൻ ഇനി പുതിയ പടം എടുക്കുവാണെങ്കിൽ നടുവേ ഓടത്തുള്ളൂ. പപ്പ ഉണ്ടാക്കിയിട്ടിരിക്കുവല്ലയോ. താങ്ക് യു പപ്പ.